Fourth module, Geotechnical 2-ന്റെ fourth module-ൽ കഴിഞ്ഞ ദിവസം ലൈവ് ക്ലാസ്സിൽ എടുത്തിരുന്ന പോർഷൻ തന്നെയാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. ഒന്ന് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കാം. ഫോർത്ത് മോഡ്യൂളിന് ഇൻ ബ്രീഫ് രണ്ട് കണ്ടൻസ് ആണുള്ളത്, പൈൽ ഫൗണ്ടേഷൻസും വെൽ ഫൗണ്ടേഷനും. പൈൽ ഫൗണ്ടേഷനാണ് ഇൻ ഡീപ്പായിട്ട് നമ്മൾ അറിയാനുള്ളത്. വെൽ ഫൗണ്ടേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സിലബസിലുള്ളൂ. പൈൽ ഫൗണ്ടേഷനകത്ത് ഇൻട്രൊഡക്ടറി പാർട്ടിനകത്ത് യൂസസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ, പൈലിൻ്റെ ലെങ്ത് ആൻഡ് ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഷൻ, ബെയറിംഗ് കപ്പാസിറ്റി, അത് തന്നെ പല രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ പൈൽ ലോഡ് ടെസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ട്, ഗ്രൂപ്പ് ആക്ഷൻ ഓഫ് പൈൽ ഉണ്ട്. ഇതാണ് പൈൽ ഫൗണ്ടേഷൻ്റെ അകത്ത് ഡിസ്കഷനിൽ വരുന്നത്. വെൽ ഫൗണ്ടേഷനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ബ്രീഫും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എലമെൻറ്റ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് വെൽ ഫൗണ്ടേഷൻ ഇൻ ഡീറ്റെയിൽ, പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ഇൻ വെൽ സിങ്കിങ്, tilt and shift and its rectifications, ഇത്രയും കാര്യങ്ങളാണ് വെല്ലിനകത്ത് വരുന്നത്. ഇനി പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ദേ ആർ സ്ലെൻഡർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ്. നമ്മുടെ ബീമിൻ്റെ താഴെയുള്ള പില്ലർ പോലെ തന്നെ ഇരിക്കുന്ന ലോഡ് ട്രാൻസ്ഫർ മെക്കാനിസം വർക്ക് ആകുന്ന ഒരു കാര്യമാണ്. വിത്ത് ഓൺലി ഡിഫറൻസ് ദാറ്റ് ഇത് സോയിലിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പൈൽ എന്നുള്ളത് സബ്സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷനാണ്. ഇനി പൈൽ എപ്പോഴൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. യൂസ്ഡ് വെൻ ദ സോയിൽ ഇസ് വീക്ക് ആൻഡ് വെൻ ദ പ്ലാൻ ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഇസ് ഇറെഗുലർ ആൻഡ് വെൻ ലാറ്ററൽ ലോഡ്സ് എക്സിസ്റ്റ്, വെൻ അപ്ലിഫ്റ്റ് ലോഡ്സ് എക്സിസ്റ്റ് ആൻഡ് വെൻ ദർ ഇസ് എ ചാൻസ് ഫോർ ആൻ എക്സ്പാൻസീവ് സോയിൽ. ഓരോന്നും കഴിഞ്ഞ ദിവസത്തെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോയിൽ വീക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ഇറെഗുലർ ആയിട്ടുള്ള പ്ലാൻ ഏരിയയാണ് നമുക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ വിൻഡ് ടവേഴ്സിലൊക്കെ വരുന്ന ലാറ്ററൽ ലോഡും അപ്ലിഫ്റ്റ് ഫോഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കേസസ് ബ്ലാക്ക് കോട്ടൺ സോയിൽ പോലത്തെ കേസസിൽ അപ്ലിഫ്റ്റ് ലോഡ് എക്സ്പാൻസീവ് സോയിൽ കൊണ്ട് മൂലവും ഉണ്ടാകാം. അങ്ങനെയുള്ള കേസിലും നമ്മൾ പൈൽ ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി നമ്മുടെ നാട്ടിലൊക്കെ ആദ്യത്തെ കേസിലാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് പൈൽ ഫൗണ്ടേഷൻ. സോയിൽ വീക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ മേളിൽ നിന്ന് വരുന്ന ലോഡ് താങ്ങത്തക്കവണ്ണമുള്ള സ്ട്രെങ്ത് സോയിലില്ലാത്ത കേസിൽ, ടോപ്പ് സോയിലിനില്ലാത്ത കേസിൽ ഒരു ഡീപ്പർ ആയിട്ടുള്ള ലെയറിലേക്ക് നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് പൈൽ യൂസ് ചെയ്യും. ഇനി പൈൽ തന്നെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ മെറ്റീരിയൽ യൂസ്ഡ് നമുക്ക് സ്റ്റീൽ പൈല്, കോൺക്രീറ്റ് പൈല്, ടിമ്പർ പൈല്, കമ്പോസിറ്റ് പൈൽ. ആസ് എ നെയിം സജസ്റ്റ്, സ്റ്റീൽ പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീലിൻ്റെ മെമ്പേഴ്സ്, സ്ട്രക്ചറൽ മെമ്പേഴ്സായ സെക്ഷൻ പോലത്തെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റീൽ പൈല്. കോൺക്രീറ്റ് പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പൈൽ ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുന്ന കോൺക്രീറ്റ് പൈൽ. തേർഡ് വൺ ഇസ് ടിമ്പർ പൈൽ. ടിമ്പർ പൈൽ തെങ്ങിൻ്റെ കുറ്റിയായിരിക്കാം, അല്ലെങ്കിൽ സീസൺഡ് ആയിട്ടുള്ള മറ്റ് ടിമ്പറുകൾ യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ഡെപ്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പൈലുകളാണ് യൂഷ്വലി ടിമ്പർ പൈൽ എന്ന് പറയുന്നത്. കമ്പോസിറ്റ് പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. മേളിലത്തെ ഡെപ്ത് കുറച്ച് കോൺക്രീറ്റും താഴെ ഒരു ഷൂ പോലത്തെ ഭാഗം സ്റ്റീലും യൂസ് ചെയ്തിട്ടുള്ളത്. So based on material you can classify to steel, concrete, timber and composite. And based on installation method, driven pile ആകാം, cast in situ pile ആകാം. driven pile എന്ന് ഉദ്ദേശിക്കുന്നത് പൈല് നേരത്തെ തന്നെ ഉള്ള കാസ്റ്റിംഗ് യാർഡിൽ കാസ്റ്റ് ചെയ്ത് അത് ടോ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് സൈറ്റിൽ വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത് ഇറക്കുകയാണ് ചെയ്യുന്നത്. കാസ്റ്റ് ഇൻ സിറ്റു പൈൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള കാസ്റ്റ് ഇൻ സിറ്റു പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് സൈറ്റിൽ വെച്ച് തന്നെ പൈൽ കൺസ്ട്രക്ട് ചെയ്ത് കാസ്റ്റ് ചെയ്യുകയാണ്. ഈ പിക്ചറിൽ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണയുള്ള കോൺക്രീറ്റ് പൈൽ യൂഷ്വലി കാസ്റ്റ് ഇൻ സിറ്റു ആണ്. സൈറ്റിൽ ചെന്ന് ഒരു കുഴിയെടുത്ത് അതിനകത്ത് കോൺക്രീറ്റ് പോർ ചെയ്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കേജ് ഇറക്കി വെക്കുന്നതിനാണ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽ എന്ന് പറയുന്നത്. ഡ്രിവൺ പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ഒരു കാസ്റ്റിംഗ് യാർഡ് ഉണ്ട്. ആ കാസ്റ്റിംഗ് യാർഡിൽ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സൈറ്റിൽ ഇറക്കുന്ന പൈലിനെയാണ് ഡ്രിവൺ പൈൽ എന്ന് പറയുന്നത്. സ്ക്രൂഡ് പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്രൂ ചെയ്ത്, അതായത് നമ്മുടെ തടിയിലേക്കൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്ത് കയറ്റുന്നത് പോലെ തന്നെ മണ്ണിനുള്ളിലേക്ക് സ്ക്രൂ ചെയ്ത് ടോർക്ക് ആപ്ലിക്കേഷൻ വഴി സ്ക്രൂ ചെയ്ത് കയറ്റുന്ന പൈലിനാണ് സ്ക്രൂ പൈൽ എന്ന് പറയുന്നത്. ജാക്ട് പൈൽ എന്ന് പറയുന്നത് സംതിങ് സിമിലർ ടു ഡ്രിവൺ പൈൽ, വിത്ത് ഓൺലി ഡിഫറൻസ് ദാറ്റ് ഡ്രിവൺ പൈലിൽ നമ്മൾ ബ്ലോസ് ആണ് കൊടുക്കുക, ജാക്ട് പൈലിൽ
സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡാണ് കൊടുക്കുക. ഡ്രിവൺ പൈലിൽ ഡൈനാമിക്കും ജാക്ട് പൈലിൽ സ്റ്റാറ്റിക് ലോഡുമാണ് കൊടുക്കുന്നത്. ബേസ്ഡ് ഓൺ യൂസ് ലോഡ് ബെയറിംഗ് പൈലാകാം, കോമ്പാക്ഷൻ പൈലാകാം, ടെൻഷൻ പൈലാകാം, ഷീറ്റ് പൈലാകാം, ഫെൻഡർ പൈലാകാം. ലോഡ് ബെയറിംഗ് പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് അഗെയിൻ മോസ്റ്റ് പോപ്പുലർ വൺ ദാറ്റ് വി യൂസ് ഹിയർ ഇസ് എ ലോഡ് ബെയറിംഗ് പൈൽ. മേളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡ് മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ലോഡ് ബെയറിംഗ് പൈൽ. കോമ്പാക്ഷൻ പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് സോയിലിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈറ്റിലെ സോയിലിന് ഡെൻസിറ്റി പോരാ എന്ന് തോന്നുമോ, സ്ട്രെങ്ത് പോരാ എന്ന് തോന്നുമോ ചെയ്യുകയാണെങ്കിൽ കോമ്പാക്ഷൻ പൈൽ യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. പൈല് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി സോയിൽ കുറച്ചുകൂടെ ഡെൻസ്ലി പാക്ഡ് ആവും. അതാണ് കോമ്പാക്ഷൻ പൈൽ. ആ കോമ്പാക്ഷൻ പൈല് മേളിൽ നിന്നുള്ള ലോഡ് താങ്ങാൻ ഉദ്ദേശിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല, മറിച്ച് സോയിലിനെ കോമ്പാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സോയിൽ ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ടെൻഷൻ പൈൽ. ടെൻഷൻ പൈൽ എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് ലോഡ് താങ്ങാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പൈലാണ് ടെൻഷൻ പൈൽ. ആ പൈല് ഒരു ആങ്കറേജ് സിസ്റ്റത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. മേളിലേക്ക് ലോഡ് വരുമ്പം അതിനെ റെസിസ്റ്റ് ചെയ്ത് താഴേക്ക് പിടിക്കുന്നതിനാണ് ടെൻഷൻ പൈൽ ഡിസൈൻ ചെയ്യുന്നത്. ഷീറ്റ് പൈൽ എന്ന് പറയുന്നത് എക്സ്കവേഷൻസിന് വേണ്ടിയിട്ട് ഒരു സൈറ്റിൽ ഒരു 10 മീറ്റർ താഴ്ചയിൽ ഒരു എക്സ്കവേഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ എക്സ്കവേഷന് തൊട്ട് മുമ്പ് അവിടെ ഒരു ഷീറ്റ് പൈല്, ഷീറ്റുകൾ പോലെ ഇരിക്കും ഈ പൈല് കണ്ടാൽ, ഷീറ്റ് പൈൽ അടിച്ച് ജാക്ക് ചെയ്ത് താഴ്ത്തും. അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്യും. സോ ഷീറ്റ് പൈലിൻ്റെ ഉദ്ദേശം ലോഡ് താങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ഇറ്റ്സ് കൈൻഡ് ഓഫ് റീറ്റെയിനിങ് വാളിൻ്റെ ഒരു ഫങ്ഷനാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫെൻഡർ പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പൾസീവ് ലോഡ് വരുന്ന പൈലുകൾ ഇനിയാണ് ഫെൻഡർ പൈൽ എന്ന് പറയുന്നത്. Now based on soil displacement, the piles can be displacement pile or replacement pile. The displacement pile എന്ന് ഉദ്ദേശിക്കുന്നത് പൈലിൻ്റെ ഇൻസ്റ്റലേഷൻ മൂലം മണ്ണ് ഡിസ്പ്ലേസ് ചെയ്യും, സൈഡ് വേസ് ആയിരിക്കും യൂഷ്വലി ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പൈൽ എന്ന് പറയുന്നത്. റീപ്ലേസ്മെൻറ്റ് പൈൽ ആസ് എ വേർഡ് സജസ്റ്റ് യു ആർ ട്രൈങ് ടു റീപ്ലേസ് എ സോയിൽ വിത്ത് കോൺക്രീറ്റ്. സോയില് ഇരിക്കുന്ന അവസ്ഥയിൽ അതിനെ കോൺക്രീറ്റ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കുഴി എടുക്കുന്നു, കുഴിക്കകത്തുള്ള സോയിലിനെ മാറ്റിയിട്ട് അവിടെ കോൺക്രീറ്റ് ഒഴിക്കുന്നു. ദാറ്റ്സ് എ റീപ്ലേസ്മെൻറ്റ് പൈൽ. സോ ടൈപ്സ് ഓഫ് പൈലിനകത്ത് ഈ പറയുന്ന 4 അതിൽ കൂടുതലോ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാകും. ബേസിക്കലി ഈ 4 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ബേസ്ഡ് ഓൺ മെറ്റീരിയൽ യൂസ്, ബേസ്ഡ് ഓൺ ഇൻസ്റ്റലേഷൻ മെത്തേഡ്, ബേസ്ഡ് ഓൺ ദ യൂസ്, ബേസ്ഡ് ഓൺ സോയിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നൗ ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്ഫർ, നമ്മൾ എൻജിനീയേഴ്സ് എന്നുള്ള നിലയിൽ ലോഡ് ട്രാൻസ്ഫർ ബേസ് ചെയ്തിട്ട് 2 രീതിയിലാണ് പൈലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് എൻഡ് ബെയറിംഗ്, 2 ഫ്രിക്ഷൻ. ഈ ഫിഗർ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കോൺക്രീറ്റ് പൈലുണ്ട്. ആ പൈലിൽ ഏറ്റവും താഴെ റോക്കിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. വലതുവശത്ത് കാണുന്ന പൈല് റോക്ക് വരെയും ചെല്ലുന്നില്ല. സോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിഗറിലെ പൈല് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എൻഡ് ബെയറിംഗ് വഴിയാണ്. അല്ലെങ്കിൽ താഴെയുള്ള ഹാർഡ് സ്ട്രാറ്റമായ റോക്കോ അല്ലെങ്കിൽ സോഫ്റ്റ് റോക്കോ അല്ലെങ്കിൽ ഹാർഡ് ലാറ്ററൈറ്റോ ആയിട്ടുള്ളടത്ത് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ടിപ്പിൽ കൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ദിസ് മേ പാസ് ത്രൂ എ വീക്ക് ലെയർ, ബട്ട് nonetheless it will transmit the load at the tip to a hard strata. Now ഇത് റെസ്റ്റ് ചെയ്യുന്ന യൂഷ്വലി റോക്കിലോ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് എന്ന് നമ്മൾ പറയുന്ന വെട്ടുകല്ലോ കറ്റി എന്ന് ചിലടത്ത് പറയുന്ന കാര്യത്തിലോ ആണ് സാധാരണ ഇത് കൊണ്ട് റെസ്റ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ എൻഡ് ബെയറിംഗ് പൈൽ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന ഹാർഡ് സ്ട്രേറ്റ അല്ലെങ്കിൽ റോക്കോ അതേപോലത്തെ ലാറ്ററൈറ്റോ ഒരു റീസണബിൾ ആയിട്ടുള്ള ഡെപ്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഒരു അനിശ്ചിതമായ ഡെപ്തിലേക്ക് പോയി കൊണ്ട് റെസ്റ്റ് ചെയ്യിക്കാൻ എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണമെന്നില്ല. എനിവേസ്, total load QU, if it's the total load that is getting applied onto the pile, the entire total load is usually taken by QP അല്ലെങ്കിൽ എൻഡ് ബെയറിങ്ങിലാണ് ടോട്ടൽ ലോഡ് എടുക്കുന്നത്. മേളിൽ നിന്നൊരു 10 കിലോ ന്യൂട്ടൺ വന്നു കഴിഞ്ഞാൽ ആ 10 കിലോ ന്യൂട്ടണും റെസിസ്റ്റ് ചെയ്യുന്നത് താഴെ QP എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ടിപ്പ് റെസിസ്റ്റൻസിലായിരിക്കും. ഇനി ദ സെക്കൻഡ് ടൈപ്പ് ഇസ് എ ഫ്രിക്ഷൻ പൈൽ. ഫ്രിക്ഷൻ പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫിഗറിൽ കാണുന്ന പോലെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് സൈഡിലുള്ള സോയിലിലേക്കാണ്. ഏറ്റവും താഴെയുള്ള ടിപ്പിൽ കൊണ്ടല്ല, നേരെ മറിച്ച് സൈഡിലുള്ള സോയിലാണ്. ട്രാൻസ്ഫേഴ്സ് ദ ലോഡ് ത്രൂ ദ സർക്കംഫറൻഷ്യൽ ഫ്രിക്ഷൻ.
ഡയാമീറ്ററിൽ മൂലമുള്ള സർക്കംഫറൻഷ്യൽ ഏരിയയിൽ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് മൂലമാണ് ഇതിൻ്റെ ലോഡ് എടുക്കുന്നത്. ഇനി ഈ ഫ്രിക്ഷൻ ഉദ്ദേശിക്കുന്നത് യൂഷ്വലി സാൻഡിലാണ് പറയാറുള്ളത്. ക്ലേയിൽ നമ്മൾ അതിന് കൊഹീഷൻ എന്ന് പറയും. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ കൊഹീഷൻ എന്ന് പറയും. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് എ ഫ്ലോട്ടിംഗ് പൈൽ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെയാണ്. താഴെ ഹാർഡ് സ്പ്രൈറ്റ് ഉണ്ട്, അവിടെ വരെ ചെന്നിട്ടില്ല. അതിന് മേളിലുള്ള ഒരു സ്ഥലത്ത് എവിടെയോ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് ഇത് നമ്മൾ സാധാരണ ചൂസ് ചെയ്യുന്ന കഴിഞ്ഞ ലൈവ് ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചില സൈറ്റുകളിൽ ഒരു ലെറ്റ്സ് സേ ഒരു 30-35 മീറ്റർ പോയാൽ പോലും ഹാർഡ് സ്പ്രൈറ്റ് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ദ ഡിസൈനർ വിൽ ബി ഫോഴ്സ് ടു പ്രൊവൈഡ് എ ഫ്രിക്ഷൻ പൈൽ. 35 മീറ്ററിന് താഴേക്കും പൈൽ കൺസ്ട്രക്ഷൻ എഫക്റ്റീവ് ആയിരിക്കണമെന്നില്ല, കോസ്റ്റ്ലി ആയിരിക്കും. നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് ഫീസിബിൾ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള കേസിൽ ഡിസൈനർ പറയും പൈലിനെ ഫ്ലോട്ടിംഗ് ആയിട്ട് നിർത്താം, അല്ലെങ്കിൽ സൈഡ് ഫ്രിക്ഷനിൽ തന്നെ നമുക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാം, താഴത്തേക്ക് കൊണ്ടുപോകണമെന്നില്ല എന്ന് പറയും. അതായത് ഒരു റീസണബിൾ അല്ലാത്ത ഡെപ്ത് വരെ പോൺ ഡിമാൻഡിങ് ആയിട്ട് വരുന്നൊരു കേസിൽ നമ്മൾ കുറച്ച് ഷാലോ ഡെപ്തിൽ കൊണ്ട് ഫ്രിക്ഷൻ പൈലിനെ ഡിസൈൻ ചെയ്യും. ആൻഡ് QU ഈക്വൽ ടു QS സൈഡ് ഫ്രിക്ഷൻ. 10 കിലോ ന്യൂട്ടൺ മേളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ 10 കിലോ ന്യൂട്ടണും QS സൈഡ് ഫ്രിക്ഷനിലായിരിക്കും എടുക്കുക. In the previous case, the entire 10 kilonewton was taken by end bearing. ഈ കേസിലാണെങ്കിൽ 10 കിലോ ന്യൂട്ടൺ ഉണ്ടെങ്കിൽ 10 കിലോ ന്യൂട്ടണും സൈഡ് ഫ്രിക്ഷനിലാണ് എടുക്കുന്നത്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഉള്ള മെത്തേഡ്സിൽ ഒരെണ്ണം സ്റ്റാറ്റിക് മെത്തേഡ്, അതായത് ബേസിക് ആയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റാറ്റിക് മെത്തേഡ്. ഡൈനാമിക് ഫോർമുല എന്ന് പറയുന്നത് എഗെയിൻ തിയററ്റിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഡൈനാമിക് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് വരുന്ന ഇമ്പൾസ് ലോഡിൻ്റെ റെസിസ്റ്റൻസിൽ നിന്നുമാണ് പൈൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹാമർ ബ്ലോ കൊടുക്കും പൈലിൻ്റെ മേളിൽ, എത്രയാണ് പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നത് പൈല് എന്ന് നോക്കും, അതിൽ നിന്നും പൈലിൻ്റെ കപ്പാസിറ്റി എത്രയാണ് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റാറ്റിക് മെത്തേഡ് പ്യോർ തിയറിയാണ്, രണ്ടാമത്തത് കൈൻഡ് ഓഫ് എൻ എക്സ്പെരിമെൻ്റലാണ്, മൂന്നാമത്തത് ഇൻസിറ്റു പെനിട്രേഷൻ ടെസ്റ്റ്, അതൊരു കോറിലേഷൻ മെത്തേഡാണ്. സൈറ്റിൽ ചെയ്തിട്ടുള്ള മറ്റ് ടെസ്റ്റുകളിൽ നിന്നും കിട്ടുന്ന അസ്യൂം ചെയ്യുന്ന വാല്യൂസ് യൂസ് ചെയ്ത് കോറിലേറ്റ് ചെയ്യും, പൈലിൻ്റെ കപ്പാസിറ്റി ഇത്ര ഉണ്ടായിരിക്കാം, സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് എ പൈൽ ലോഡ് ടെസ്റ്റ്. പൈൽ ലോഡ് ടെസ്റ്റ് ആണ് ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളത്. ഒരു സൈറ്റിലുള്ള പൈല് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ആ പൈലിൽ ശരിക്കും വരാൻ സാധ്യതയുള്ള ലോഡിൻ്റെ അത്രയും തന്നെ കൊടുക്കും, അത്രയോ അതിൽ കൂടുതലോ കൊടുക്കും. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പൈൽ എത്ര സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിനെയാണ് പൈൽ ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഏറ്റവും ഡിപ്പെൻഡബിൾ ആണ്. ഒരു 100-150 പൈല് കാസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ ക്ലയൻറ്റ് ചിലപ്പോൾ പറയാം ഒരു 5 പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്യണം, പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വാല്യൂ കിട്ടുമല്ലോ എന്ന് പറയും. എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെയും സം ഓഫ് ദ ഡിസൈനേഴ്സ് വുഡ് പ്രിഫർ ടു ഡു ദ പൈൽ ലോഡ് ടെസ്റ്റ്. ഈ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മുമ്പേ പറഞ്ഞ പോലെ തിയറിയാണ്. അൾട്ടിമേറ്റ് ഫെയിലിയർ ലോഡ് എന്ന് പറയുന്ന QUനെ നമ്മൾ QSൻ്റെയും QPയുടെയും സം ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. QP എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ സ്ലൈഡിലെ ടിപ്പ് റെസിസ്റ്റൻസും QS എന്ന് പറയുന്ന സ്കിൻ ഫ്രിക്ഷനും. ഈ ഒരു പൈൽ ഡിസൈൻ ചെയ്യുമ്പോൾ ചില കേസിൽ, മിക്ക കേസിലും ഇത് കോമ്പിനേഷൻ ഓഫ് QS ആൻഡ് QP ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പൈലിന് എൻ ബെയറിങ്ങും കാണും, സ്കിൻ ഫ്രിക്ഷനും കാണും. സോ QU എന്ന അൾട്ടിമേറ്റ് ലോഡ് ഇസ് എ സം ഓഫ് QP ആൻഡ് QS. ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്ന പോലെ QU എന്ന് പറയുന്ന ലോഡ് മേളിൽ നിന്ന് താഴേക്ക് വരും, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് a part of this is taken by QP and the other part is taken by QS. സ്കിൻ ഫ്രിക്ഷൻ ആണ് QS, ടിപ്പ് റെസിസ്റ്റൻസ് ആണ് QP. അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് സേ 20 കിലോ ന്യൂട്ടൺ മേളിൽ നിന്ന് താഴത്തേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു കെട്ടിടത്തിൻ്റെ ലോഡിൻ്റെ ഒരു ഭാഗം 20 കിലോ ന്യൂട്ടൺ ആണ്. ആ 20 കിലോ ന്യൂട്ടൺ പൈലിൻ്റെ മേളിൽ വന്നു. ഈ 20 കിലോ ന്യൂട്ടണിൽ ലെറ്റ്സ് സേ ഒരു 15 കിലോ ന്യൂട്ടൺ QP ആയും 5 കിലോ ന്യൂട്ടൺ QS ആയിട്ടും വരുന്നു. ജസ്റ്റ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ ലോഡ്. ഈ QU അൾട്ടിമേറ്റ് ഫെയിലിയർ ലോഡാണ്, QP as a point or tip resistance, QS
is the shaft resistance അല്ലെങ്കിൽ side friction എന്നും പറയാറുണ്ട്. ഇനി ഓരോ ടേംസും നോക്കാം. Capital QP is equal to QP/AP, small qp multiplied by AP, and capital QS equal to FS into AS. ബേസിക് ഫിസിക്സ് മാത്രമേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ടതൊന്നുമില്ല. QP എന്ന് ഉദ്ദേശിക്കുന്നത്, സ്മോൾ QP എന്ന് ഉദ്ദേശിക്കുന്നത് പൈലിൻ്റെ ടിപ്പ് എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ബെയറിംഗ് കപ്പാസിറ്റി. ടെസാഗിയുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ബെയറിംഗ് കപ്പാസിറ്റി ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതാണ് സ്മോൾ ലെറ്റർ QP. AP, ക്യാപിറ്റൽ AP എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയ ഓഫ് പൈൽ ടിപ്പ്. ഈ പൈൽ ടിപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, സർക്കുലർ ആയിട്ടുള്ള പൈലാണെന്നുണ്ടെങ്കിൽ പൈ r². ഇനി FS എന്നുള്ളത് QS എന്നുള്ള ടേമിനകത്ത് FS എന്നുള്ളത് is average skin friction or adhesion along the shaft. സോയിൽ സാൻഡ് ആണെന്നുണ്ടെങ്കിൽ സ്കിൻ ഫ്രിക്ഷനും ക്ലേ ആണെന്നുണ്ടെങ്കിൽ അധേഷനും. സോ ആ സർക്കംഫറൻസിലുള്ള യൂണിറ്റ് ആയിട്ടുള്ള സ്കിൻ ഫ്രിക്ഷനാണ് FS. AS എന്ന് ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് സർക്കംഫറൻഷ്യൽ ഏരിയ ഓഫ് ദ പൈൽ ഷാഫ്റ്റ്. ഈ പൈൽ ഷാഫ്റ്റിൻ്റെ ഏരിയ അഗെയിൻ സർക്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പൈൽ ഷാഫ്റ്റ് ഒരു സിലിണ്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൈ ഇൻറ്റു D ഇൻറ്റു L ആയിരിക്കും AS സർക്കംഫറൻഷ്യൽ ഏരിയ. ഇനി ഓരോ ടേംസും ബ്രീഫായിട്ടും ഇത്തരം കാര്യങ്ങളാണ്. QP/AP, FS/AS ഇതിൻ്റെ സം ചെയ്ത് കഴിഞ്ഞാൽ QU അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. ഇനി വാട്ട് ഈച്ച് ടേംസ് ആർ. QP എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ അറ്റ് ദ പൈൽ ടിപ്പ്, ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ഔട്ട് യൂസിങ് ബേസിക് ബെയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ ഫോർ റൗണ്ട് ഓർ സ്ക്വയർ ഫൂട്ടിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദ പൈൽ ജോമെട്രി. റൗണ്ട് ആണെങ്കിൽ പൈ ആർ സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് ദ പൈൽ ടിപ്പിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ബെയറിംഗ് കപ്പാസിറ്റി ഇക്വേഷനിലായിട്ടുള്ള സർക്കുലർ ഫോമുല യൂസ് ചെയ്തിട്ടാണ്. നേരെ മറിച്ച് സ്ക്വയർ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഫാക്ടേഴ്സ് വരും. 1 + 0.2b/L NC ടേമിൻ്റെ കൂടെ വരും. 1 - 0.2b/L N ഗാമ ടേമിൻ്റെ കൂടെ വരും. അത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ്. AP എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയ ഓഫ് ദ പൈൽ ടിപ്പ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോമെട്രി ഓഫ് ദ പൈൽ ടിപ്പ്. സർക്കുലർ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ, സ്ക്വയർ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സെട്ര. AS, effective circumferential area of the pile shaft. Again, it depends on the pile geometry and the tip. And FS is the average unit skin friction or adhesion along the shaft. ഇനി അതാണ് ഈ പറഞ്ഞ 4 എണ്ണത്തിലും ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാനുള്ളത്. Because it depends on the soil type, whether it's sand or clay. Sand ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് സ്കിൻ ഫ്രിക്ഷനും ക്ലേ ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് അഡ്ഹേഷനുമാണ് വരുന്നത്. So every other term, QP, AP and AS are quite simple, whereas FS needs a bit more explanation. FS എന്നുള്ളത്, like I said, is the average unit skin friction or adhesion along the shaft. And for sand, FS equal to K sigma V tan delta. And for clay, FS equal to alpha into C. Sand ആണെന്നുണ്ടെങ്കിൽ K multiplied by sigma V multiplied by tan delta. ഓരോ ടേംസും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. K is the lateral pressure coefficient. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. സിഗ്മ V is the effective vertical stress at the mid depth of the pile. 10 മീറ്റർ നീളമുള്ള പൈലാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ മീറ്ററിൽ എത്രയാണോ എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് ഉള്ളത് അതായിരിക്കും സിഗ്മ V. ഡെൽറ്റ is the angle of interface friction. പൈൽ കോൺക്രീറ്റും സോയിൽ സാൻഡും ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഇന്റർഫേസ് ഫ്രിക്ഷൻ ആംഗിളാണ് ഡെൽറ്റ. So K sigma V tan delta will give you FS. Sand and FS multiplied by AS ചെയ്ത് കഴിഞ്ഞാൽ skin friction കിട്ടും. And if it's clay, you'll have to multiply alpha and C, cohesion. Alpha is an adhesion factor and C is the cohesion. So ഇത്രയും ടേംസ് ആണ് പൈലിൻ്റെ അൾട്ടിമേറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. Basically QU equal to QP plus QS, capital QP plus capital QS, where capital QP is equal to QP/AP. അതിലെ ആദ്യത്തെ ടേം ബെയറിംഗ് കപ്പാസിറ്റിയും രണ്ടാമത്തെ ടേം ക്രോസ് സെക്ഷണൽ ഏരിയയും. ഇനി QS എന്ന് പറയുന്ന സൈഡ് ഫ്രിക്ഷൻ is equal to FS multiplied by AS. AS എന്നുള്ളത് സർക്കംഫറൻഷ്യൽ ഏരിയയും FS എന്നുള്ളത് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന K sigma V tan delta if it's sand and alpha into C if it's clay. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും.